നനച്ചോ ആവിതേ. ഇല്ലെങ്കിൽ ഉണങ്ങിക്കരിയാൻ ഒരു ദിവസം വേണ്ട, അത്രയ്ക്കാ മീനച്ചൂട്. രാവിലെയും വൈകിട്ടും മോന്തിക്ക് എല്ലാം നനക്കണം കൗസല്യേ, എന്നിട്ടും കുലയ്ക്കണം മട്ടില്ല. അതെങ്ങനെയാ? കുലയ്ക്കണമെന്ന് നോക്കിയിരിക്കേയുള്ളൂ. വേഗം നനച്ചിട്ടോ പോവാ. ഞാനും വരണോ കൗസു? വരണം. ഒറ്റയ്ക്കാണെങ്കിൽ ആ ഞൊണ്ടിവാസ് വഴിയിലെങ്ങാനും പിടിച്ചു നിർത്തും സംസാരിക്കാൻ. നീയും വാ. പോകാം. നനച്ചു കഴിഞ്ഞോ? മതി, വാ. റിസൾട്ട് അറിയുന്ന നോക്കി പേടിച്ചിരിക്കേ രവി. അതാ എഴുത്തൊന്നുമില്ലാത്ത. മുമ്പൊക്കെ ഒരാഴ്ചയില് 10 എണ്ണം വരെ എഴുതിയിട്ടുണ്ട്. പണിക്കത്തേ, ദാ അങ്ങനെ കൊടവരിക്കണം. പുതിയ പോസ്റ്റർ വന്നേ പിന്നെ രവിയുടെ എഴുത്തൊന്നുമില്ലാത്ത ഒരു ശകുനം കേട്ടോ. എവിടെടാ നമ്മുടെ വാസുണ്ണൻ? എന്നിറങ്ങിയ കാര്യം അണ്ണൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇതിലെ വരുമ്പോ കാലൊക്കെ പെരക്കണം കൗസല്യേ. നിന്നെ എന്റെ അവരെങ്ങനെ പിടിച്ചു തിന്നു? വെറുതെ നടപനെ. ഞൊണ്ടിവാസന്റെ ചിങ്കിടിയാ പോകാൻ ന്യൂസ് കൊടുക്കാൻ. ഇനി വഴിയിലെങ്ങനെ വന്നിരിക്കാൻ ഞൊണ്ടി. അണ്ണോ, വാസുവണ്ണോ, അണ്ണന്റെ പെണ്ണ് കുമാര അറിയിട്ടുണ്ട്. ഓ, അത് നേരത്തെ പറഞ്ഞിരുന്നതാ അഗസ്റ്റി. മുതല് ഞാൻ ചോദിക്കുന്നില്ല. കാലത്തെയും വൈകിട്ടും വഞ്ചി കയറി ഇക്കരെ വരുന്നത് പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച ഇനി അവധി ഞാൻ കേൾക്കില്ല. ഞാനേ കൗസല്യം ഒന്ന് കണ്ടേച്ചു വരാം. വാടാ ഉച്ചാപ്പി. ഇത് വായിച്ചു തീർക്കാൻ ഒരുപാട് ദിവസം എടുത്തുല്ലോ. നേരം വേണ്ടേ? ആ, മുസ്ലിം കഥ വല്ലതുണ്ടോ ഇതിലൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ? ബാല്യകാല സഹി തരട്ടെ, ബഷീറിന്റെ. ഓ, അത് പഴഞ്ചനല്ലേ? പുതിയ കോപ്പിയുണ്ട്. എന്നത്താ? നിങ്ങൾ എന്നാ വാസുണ്ണ ഈ മുക്കിലും മൂലയിൽ നിന്ന് സമയം കളയുന്നത്? വെച്ചുകൊണ്ടിരിക്കാതെ അങ്ങ് നടത്തരുതോ? ഏടുപിടിന്ന് കെട്ടിയിട്ട് കാര്യമില്ല യൂസുഫേ. കുറെക്കാലം കൂടി മോഹിച്ച് നടക്കട്ടെ. സ്നേഹിച്ച് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്. ഉച്ചാപ്പി, ആ ആബിദ പെണ്ണുണ്ടോ കൂടെ? എന്നാലും യൂസുഫേ, 2 വലിയ ഗ്ലാസ്സിൽ സർവത്ത് കലക്കി വെച്ചോ. ചൂട് കാലമല്ലേ, നല്ല ദാഹം കാണും. ഇന്ന് പെണ്ണങ്ങാനും ഒന്ന് സംസാരിച്ച ഈ കവലയിലുള്ളവർക്കൊക്കെ കള്ള വാസുണ്ണന്റെ വക. അതിന് അവര് സംസാരിക്കാറുണ്ടല്ലോ. എവിടെ? അവള് കോളേജിൽ പഠിച്ച പെണ്ണല്ലേ, അവക്ക് എങ്ങനെ പിടിക്കാനാ വാസുണ്ണന്? അതൊന്നും പറയണ്ട. ഞൊണ്ടിയാണേലും നമ്മുടെ വാസുണ്ണൻ സുന്ദരനാ. എന്നാടാ? എടാ കൊച്ചാപ്പി, നീ ഒന്ന് പോയി നോക്ക്. അവരെന്നെയും കാത്ത് അവിടെ കാണാൻ നിൽക്കുന്നുണ്ടാവും. ചെവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യകാരനായി ബഷീർ. ഞാൻ വായിച്ചതാ. ആബിദയ്ക്ക് വേണ്ടി എടുത്തേ ഉള്ളൂ. നമുക്ക് ചെറുവരമ്പ് ചുറ്റി പോകാൻ കൗസല്യേ. ഒത്തിരി നടക്കണ്ടേ? കവലയെ കൂടി നടക്കുമ്പോ കാല് പെരുക്കണ പോലെ. നമുക്ക് ഈ വഴി പോകാം. ശരിപ്പോ. പാവൻ ഞൊണ്ടിവാസു അവിടെങ്ങാനും കാത്തുനിന്ന് ബേജാറാവണുണ്ടായിരിക്കും. എടി, നിന്റെ സൂത്രം പിടികിട്ടി. എന്ത്? മലയിറങ്ങി ആരാനും വന്നിട്ടുണ്ടോ നോക്കാനല്ലേ നീ ഈ വഴി വന്നത്? അല്ല, ആണ്. കിടന്ന് പെടുക്കാതെ പെണ്ണേ. ഇനിയിട്ട് മഴയ്ക്ക് മുമ്പ് വരുമല്ലോ. വരുമോ കൗസല്യേ? നീ ഇന്നാള് പറഞ്ഞത് ഇനിയിട്ട് മഴയ്ക്ക് മുമ്പ് വരുമെന്ന്. ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. എന്നാലും വരുമായിരിക്കും അവിടെ. വരാണ്ടിരിക്കില്ല. വാ. വാസുണ്ണ, അവര് മറ്റേ വഴിയെ പോയി. പയ്യെ പറയടാ. അവര് അപ്പുറത്തെങ്ങാനും മാറി സംസാരിക്കാൻ വേണ്ടിയായിരിക്കും. ഞാൻ സൈക്കിൾ എങ്ങനെ ഇടുന്നേ കൊണ്ട് പാടാം. ഞാൻ രവിക്കിൽ നിന്നുണ്ട്. പുതുമഴയുടെ മണം പരക്കുമ്പോൾ മലയിറങ്ങി വരാനിരിക്കുന്ന എന്റെ അബിതാക്കുട്ടിയുടെ മണിമാരത്തെ കുറിച്ചൊരു കഥ എഴുതാൻ. എഴുതുമോ കൗസല്യേ? ഞാൻ പറഞ്ഞില്ലേ ഞൊണ്ടി വരുമെന്ന്. എവിടെ?
പഠിപ്പൊക്കെ നിർത്തിയെന്ന് അറിഞ്ഞു. നേരാണോ? മൊയ്യുമ്പോ വീട്ടിലുണ്ടോ ആവിനെ? ഉപ്പാപ്പ മോന്തിക്കേ വരൂ. ഞാൻ അന്വേഷിച്ചു എന്ന് പറ. വാസു ഇനിയും വരും ഒരു 4-5 പ്രാവശ്യമെങ്കിലും. നമുക്കത് പറ്റിക്കാം. നീ വാ, എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. ഞാനൊന്ന് തൊഴുതിട്ട് വരട്ടെ. അവിടെ ഇവിടെ നിൽക്കും. ആവിത, ഉപ്പാപ്പ, ആവിത, ഉപ്പാപ്പ, കഴിക്കാൻ. ഉണ്ണാമതിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. നെയ്ച്ചോറ് കഴിച്ചു വയറുന്ന ഇനി കഴിക്കാൻ പറ്റും. അത് നിന്റെ പൊന്നു മോളിൽ ഇത് കഴിച്ചോ. ഇന്നലെയും കൊണ്ടുപോകുന്നില്ല വൈക്കോല്. ഇനി ആ മാപ്പിള ഇതുവഴി അങ്ങനെ